റിവിറ്റ് MEP മലയാളം ട്യൂട്ടോറിയലിൻ്റെ 78ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകണം ബിൽഡിംഗ് പാഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ബിൽഡിംഗ് പാഡ്, അല്ലെങ്കിൽ എന്തിനാണ് ബിൽഡിംഗ് പാഡ് എന്നൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ കൃത്യമായിട്ട് തന്നെ നോക്കാം. ബിൽഡിംഗ് പാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ടോപ്പ് സർഫസ് വരച്ചിട്ടുണ്ട്. ഞാനിവിടെ ഷെയ്ഡാക്കി കൊടുക്കുകയാണ്. റിയലിസ്റ്റിക്കിൽ ഇത് ലോഡ് ചെയ്യും, ഒരുപാട് ടൈം എടുക്കും നമുക്കൊരു മൂവ്മെൻറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഞാനിപ്പം ഇതിനെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതെൻ്റെ ഒരു ടോപ്പ് സർഫസ് ആണ്. എനിക്ക് ഈ ടോപ്പ് സർഫസിൻ്റെ മുകളിലായിട്ട് ഒരു പാഡ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ഒരു തിക്നെസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ, അങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ട ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഗാർഡൻ സ്പേസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തിക്നെസ് ഉള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ടൂളാണ് ബിൽഡിംഗ് പാഡ്. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് പാഡ് വർക്ക് ചെയ്യണമെങ്കിൽ, ഈ ഒരു ടൂൾ വർക്ക് ആവണമെങ്കിൽ ഇവിടെ ടോപ്പ് സർഫസ് ഉണ്ടാവണം. ടോപ്പ് സർഫസിൽ മാത്രമേ ഈ ബിൽഡിംഗ് പാഡ് വർക്ക് ആകത്തുള്ളൂ. ഓക്കെ, ഇപ്പം ഞാനിവിടെ ബിൽഡിംഗ് പാഡ് സെലക്ട് ചെയ്യുകയാണ്. ബിൽഡിംഗ് പാഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ സ്ക്വയർ എടുത്തു, ഇവിടെ ഒരു ഇതുപോലൊരു ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, എൻ്റെ രീതിയിൽ വേണമെങ്കിൽ ഇപ്പം ഓക്കെ, ഞാൻ ഇതുപോലെ രണ്ട് സൈഡ് കർവ് കൊടുത്തു. അതിനുശേഷം ഞാനിത് കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാനിപ്പം ഓക്കെ, ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ ഒരു തിക്നെസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ തിക്നെസ് എങ്ങോട്ടാണ് പോയേക്കുന്നത്? താഴേക്കാണ്. ഓക്കെ, അത് നമ്മളിപ്പോൾ ഈ റൂഫൊക്കെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലോറൊക്കെ നമ്മൾ ചെയ്ത സമയത്ത് എന്താണ്, ഫ്ലോർ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തിക്നെസ് താഴേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെയാണ് ബിൽഡിംഗ് പാഡ്. ബിൽഡിംഗ് പാഡ് വരച്ച് കഴിഞ്ഞാൽ ആ പാഡ് എന്ന് പറയുന്നത് താഴേക്കായിരിക്കും അതിൻ്റെ തിക്നെസ് പോകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് ഇപ്പോൾ ഈ ഒരു ബിൽഡിംഗ് പാഡിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് താഴേക്കാണ് പോകുന്നത്. താഴേക്ക് പോകുന്നത് എവിടെ നിന്നാണ്? നമ്മൾ ഏത് ലെവലിൽ നിന്നാണോ വരയ്ക്കുന്നത് ആ ലെവലിൽ നിന്നായിരിക്കും താഴേക്ക് പോണത്. ഓക്കെ, നമ്മൾ നേരത്തെ ടോപ്പ് സർഫസിനുള്ളിൽ ഇപ്പം ഒരു ട്രീ കൊണ്ടുവന്നപ്പോഴേക്കും എവിടെയാണോ നമ്മുടെ ടോപ്പ് സർഫസ് നിൽക്കുന്ന ആ ഒരു സർഫസിൻ്റെ മേളിലായിട്ടാണ് ആ ട്രീ വരുന്നത്. ഇപ്പം ഒരു ഹിൽ ഏരിയയിലേക്ക് ഇപ്പം ട്രീ കൊണ്ടുവച്ചപ്പോഴേക്കും ആ ഹിൽ ഏരിയയിലേക്ക് ഡിഫോൾട്ടായിട്ട് ആ ഒരു ഹൈറ്റ് സെറ്റായി വരുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു ബിൽഡിംഗ് പാഡ് വരയ്ക്കപ്പോൾ അങ്ങനെയല്ല. ബിൽഡിംഗ് പാഡ് വരയ്ക്കാൻ നേരത്ത് ഏത് ലെവലിലാണോ വരയ്ക്കുന്നത് ആ ലെവലിൽ നിന്ന് താഴേക്കായിരിക്കും വരുന്നത്. ഇപ്പോൾ ലെവൽ 2 വന്നിട്ടാണ് ഞാനിപ്പോൾ ബിൽഡിംഗ് പാഡ് വരയ്ക്കുന്നതെങ്കിൽ ഓക്കെ, അവിടെ ബിൽഡിംഗ് സർഫസ് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ വരയ്ക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അവിടെ നിന്നാണ് വരയ്ക്കുന്നത് എങ്കിൽ ആ ഒരു ലെവലിൽ നിന്നായിരിക്കും താഴേക്ക് ആ ഒരു തിക്നെസ് മാറുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഞാനിപ്പം ബിൽഡിംഗ് പാഡ് എടുക്കുകയാണ്. അതായത് ഇതെല്ലാം ഹിൽ ഏരിയ ആണ്. ഓക്കെ, ഈ ഒരു ഹിൽ ഏരിയയിൽ ഞാനൊരു ബിൽഡിംഗ് പാഡ് വരയ്ക്കാൻ പോകണം. അതിനൊരു ബിൽഡിംഗ് പാഡ് എടുത്തു. അതിനുശേഷം ഞാൻ ഈ ഒരു സ്ക്വയർ കൂടെ എടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഇതുപോലൊരു ബിൽഡിംഗ് പാഡ് വരച്ചു കൊടുത്തു. ബിൽഡിംഗ് പാഡ് വരച്ച് ഇവിടെ ക്ലോസ് ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ ആ ഒരു ഹിൽ ഏരിയ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് താഴെയാണ് ആ ഒരു ബിൽഡിംഗ് പാഡ് വന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ബിൽഡിംഗ് പാഡ് ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ എവിടെയാണ്? ആ ലെവൽ 1ലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ വരച്ചത് എവിടെയാണ്? ഹിൽ ഏരിയയിലാണ്. അപ്പോൾ ഹിൽ ഏരിയ എന്ന് വെച്ചാൽ ആ അത്രയും പോർഷൻ ഇവിടെ ഞാൻ അതുപോലെ കട്ടായിട്ട് വന്നിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ ഒരു ബിൽഡിംഗ് പാഡിനെ കണക്കാക്കിയിട്ട് ഈ ഒരു സർഫസ് ഇങ്ങനെ എക്സ്റ്റെൻഡായി വന്നിരിക്കുകയാണ്. ഓക്കെ, അത് നമുക്കൊരു കട്ടായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. ഓക്കെ, അതായത് ഒരു ബിൽഡിംഗ് പാഡ് ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ആ പാഡിന് കണക്കാക്കിയിട്ടുള്ളൊരു കണക്ഷനും ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു ബിൽഡിംഗ് പാഡ് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം അതിനുശേഷം ഇവിടെ ലെവലുണ്ട്. ലെവൽ 1 ആണ്. ലെവൽ 1 എനിക്ക് ഓപ്സെറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഒരു ഓപ്സെറ്റ് ഇവിടെ ഒരു 10,000 കൊടുക്കുകയാണ്. ഓക്കെ, 10,000 കൊടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ, ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈ ബിൽഡിംഗ് പാഡ് എന്ന് പറയുന്ന സാധനം ഇതാണ്. ഈ ബിൽഡിംഗ് പാഡിൻ്റെ പൊസിഷനാണ് ഞാനിവിടെ ഓപ്സെറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഹൈറ്റ് ഓപ്സെറ്റ് എന്ന് പറയുന്നത് 10,000. അതായത് ഈ സർഫസ് ലെവൽ 1 നിന്ന് 10,000 mm ഉയരത്തിൽ വേണം എനിക്ക് ഈ ഒരു ബിൽഡിംഗ് പാഡ് വരേണ്ടത് എന്നാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ബിൽഡിംഗ് പാഡ് മാത്രമല്ല വന്നിരിക്കുന്നത്, ഈ ഒരു ടോപ്പ് സർഫസും ഒരു കണക്ഷൻ പോലെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓപ്സെറ്റ് കൊടുത്താലും ശരി, ഇപ്പം നെഗറ്റീവ് ഓപ്സെറ്റ് കൊടുത്താലും ശരി, പോസിറ്റീവ് ഓപ്സെറ്റ് കൊടുത്താലും ഇതുപോലൊരു കണക്ഷൻ ക്രിയേറ്റ് ആയി വരും. അതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഇനി വേണമെങ്കിൽ എനിക്ക് ഈ ഒരു ബിൽഡിംഗ് പാഡിൻ്റെ തിക്നെസ് ചേഞ്ച് കൊടുക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ഈ ഒരു ബിൽഡിംഗ് പാഡ് സെലക്ട് ചെയ്യണം. അതിനുശേഷം ഇവിടെ എഡിറ്റ് ടൈപ്പിലേക്ക് പോയതിനു ശേഷം ഇവിടെ എഡിറ്റ് കൊടുക്കണം. എഡിറ്റ് കൊടുത്തതിന് ശേഷം എനിക്ക് തിക്നെസ് ഒരു 500 വേണമെന്ന് വെച്ചോളൂ. ഞാനിപ്പം 500 കൊടുത്തു. അതിനുശേഷം ഞാൻ ഇവിടെ ഓക്കെ കൊടുത്ത് ഇവിടെ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അറിയാം ഈ ഒരു തിക്നെസ് ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. നോർമൽ കേസിൽ നമുക്കിപ്പോൾ ഒരു ബിൽഡിംഗ് പാഡ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പ് സർഫസും കൂടെ ഇതുപോലെ എക്സ്റ്റെൻഡ് ആയി വരേണ്ട കാര്യമില്ല. കാരണം അത് കാണിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്, നമുക്കൊരു ഗാർഡൻ സ്പേസോ അല്ലെങ്കിൽ നമ്മളൊരു ബിൽഡിംഗ് പാഡാണ് വയ്ക്കുന്നത്. അപ്പോൾ ആ പാഡിൻ്റെ തിക്നെസ് മാത്രം വന്നാൽ മതി. അപ്പോൾ അതെങ്ങനെ വരയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഒരു ബിൽഡിംഗ് പാഡ് വരച്ചിട്ടുണ്ട്. എനിക്ക് ഈ പാഡ് ഈ ഒരു ടോപ്പ് സർഫസിൻ്റെ മേളിലായിട്ടാണ് നിൽക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡിംഗ് പാഡിൻ്റെ തിക്നെസ് എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം.
തിക്നെസ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് 500 mm ആണ്, 500 mm ആണ് ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. എനിക്കൊരു 1000 mm ആണ്, അല്ലെങ്കിൽ ഒരു 600 mm ആണ് എനിക്ക് ഈ ഒരു ബിൽഡിംഗ് പാഡിൻ്റെ തിക്നെസ് വരേണ്ടത്. ഓക്കെ, അതായത് ഈ ഒരു ടോപ്പ് സർഫസിൻ്റെ മേളിലായിട്ട് എനിക്കൊരു 600 mm തിക്നെസ് ഉള്ളൊരു പാഡ് ക്രിയേറ്റ് ആവണം. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ബിൽഡിംഗ് പാഡിൻ്റെ തിക്നെസ് ഞാൻ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 600 കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് ഓക്കെ എടുത്ത് ഇവിടെ ഓക്കെ. അപ്പോൾ ഇവിടെ തിക്നെസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഇതിൻ്റെ ഓപ്സെറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓപ്സെറ്റ് എത്രയാണ്? എനിക്ക് ലെവൽ 1 നിന്ന് 600 മേളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ബിൽഡിംഗ് പാഡ് സെലക്ട് ചെയ്ത് അതിനുശേഷം ഇവിടെ ഹൈറ്റ് ഓപ്സെറ്റ് ഇവിടെ 600 കൊടുക്കുകയാണ്. ഓക്കെ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ബിൽഡിംഗ് പാഡായിരിക്കും പ്രൊജക്ഷനിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഹൈറ്റ് ഒരു തിക്നെസ് ആയിട്ട് അവിടെ വരുന്നത്. ഞാൻ ഇതിൻ്റെ റിയലിസ്റ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ മനസ്സിലാവും. ഇതുകൊണ്ടോ ഈ ഒരു രീതിയിലാണ് ആ ഒരു ബിൽഡിംഗ് പാഡ് ഇവിടെ ക്രിയേറ്റ് ആയി വന്നിരിക്കുന്നത്. റിയലിസ്റ്റിക്കിലേക്ക് നോക്കുമ്പോൾ അറിയാണ്ടോ ഈ ഒരു എക്സ്റ്റൻഷൻ കണ്ടോ, ഇത് ടോപ്പ് സർഫസ് ആണ് ഈ ഒരു ബിൽഡിംഗ് പാഡിലേക്ക് വന്ന് കണക്റ്റ് ആയിരിക്കുന്നത്. പക്ഷേ ഇവിടെ കണ്ടോ ഈ ഒരു തിക്നെസ് ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു തിക്നെസ് നമുക്ക് പ്രൊജക്ഷനിൽ കിട്ടി, അല്ലെങ്കിൽ ആ ടോപ്പ് സർഫസിൻ്റെ മേളിലൊരു പാഡ് കൊണ്ടുവച്ചതുപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ബിൽഡിംഗ് പാഡൊക്കെ വരയ്ക്കുന്നത്. അപ്പോൾ ഈ ബിൽഡിംഗ് പാഡിനെ കുറിച്ച് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്, അത് മറ്റൊരു വീഡിയോയിൽ നോക്കാം.